ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഇല വച്ച് ആണ് നമ്മളിന്ന് ചട്നി തയ്യാറാക്കി ഇരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന പനിക്കൂർക്ക ഇല, ഞവരയില എന്നൊക്കെ പറയുന്ന ഒരു ഇലയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ നല്ല ഇലകൾ നോക്കി ഇറുത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമ്മളിത് നെയ്യിലാണ് ഈ ചട്നി തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം, പക്ഷേ നെയ്യിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം, അതുകൂടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നെയ്യിൽ വഴറ്റിയെടുക്കുക. നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, ഒരു 1/2 ടീസ്പൂൺ എടുക്കാമേ. ഉഴുന്ന് പരിപ്പ് നമുക്ക് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക, കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെ ഇല കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. നെയ്യിൽ കിടന്ന് നെയ്യിൽ ഈ ഉഴുന്ന് പരിപ്പിലൊക്കെ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിത് വഴറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചട്നി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവൂ. നമ്മൾ 20 ഇലയാണ് അരമുറി തേങ്ങയ്ക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് തണുത്തതിന് ശേഷമേ ചേർക്കാവൂ. ഇനി നമുക്ക് ഈ ഞവരയില, കടലമാവ്, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്താലും അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, തണുത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് അരമുറി തേങ്ങ ചിരകി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരികെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കട്ട തൈരാണ്. ഒരു 1/4 കപ്പ് തൈരോളം ചേർക്കാവുന്നതാണ്. അപ്പോഴേ അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തണുക്കണം. തണുത്തതിന് ശേഷമേ ഇതിലേക്ക് ചേർക്കാവൂ. ഇനി നമുക്ക് തേങ്ങയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നോക്കിയ സമയത്ത് ചെറിയ ചൂടുണ്ടായിരുന്നു. അതൊന്നുകൂടി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് ചട്നി അടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഈ ഞവരയിലയുടെ ചട്നിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പം നമ്മുടെ ഞവരയില തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. നമ്മളത് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് താളിക്കാനായിട്ട് നമ്മൾ ഇനിയും കുറച്ച് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്.
ഈ സമയം നിങ്ങൾക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി നമ്മൾ ഫൈൻ പരുവത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളത്തിൽ കഴുകി ഒഴിക്കാവുന്നതാണ്. നമുക്ക് വേണ്ട ലൂസിന് എടുക്കുക. ഇപ്പോൾ കട്ടിക്കാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ലൂസായിട്ടാണ് എനിക്ക് ആവശ്യമുള്ളത്. നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നമ്മളിതുവരെ ഉപ്പ് ചേർത്തില്ല, ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല. നമുക്കത് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. നമ്മുടെ രുചികരവും വ്യത്യസ്തവും ഹെൽത്തിയുമായിട്ടുള്ള ഞവരയില ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ബായ്.